ഹേ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളെ രാത്രി ഒരു 10 മണിക്ക് ശേഷം ഷവർമ്മ കഴിക്കാൻ തോന്നിയപ്പോൾ ഇറങ്ങിയതാണ്. അപ്പം നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട്. അപ്പം നമ്മൾ വന്ന് എത്തിപ്പെട്ടത് നമ്മുടെ മജസ്റ്റിക്കിൻ്റെ മുന്നിലാണ് കേട്ടോ. അപ്പം ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ നിന്ന് ഷവർമ്മ കഴിക്കുന്നത്. ഇതുവരെ കഴിച്ച ഷവർമ്മകളിൽ നിന്നൊക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നു കേട്ടോ. ഇവിടുത്തെ ഷവർമ്മ ഭയങ്കര ടേസ്റ്റി യമ്മി ആയിരുന്നു. അപ്പം നമ്മളെല്ലാവരും കൂടെ വന്ന് പുറത്തിരിക്കാൻ നല്ല സ്പേസ് ഉണ്ട്, ഒരുപാട് പേർക്ക് ഇരിക്കാം. അപ്പം പുറത്ത് അത്യാവശ്യം ആൾക്കാരുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഉള്ളിലിരിക്കുകയാണ്. ഉള്ളിൽ ഈ ഒരു സീറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ. പക്ഷേ പുറത്ത് നല്ല വിശാലമായിട്ട് ഇരിക്കാനുള്ള സീറ്റ് ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ട്, പുറത്തിരുന്ന് കഴിക്കാനും നല്ല രസമായിരിക്കും. അങ്ങനെ ഞങ്ങൾക്ക് വേണ്ട സാധനം ഓർഡർ ചെയ്തു. അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള പേര് അതിൽ കണ്ടപ്പോൾ അതും കൂടെ ഓർഡർ ചെയ്തു കേട്ടോ. ഫലാഫൽ എന്ന് പറഞ്ഞൊരു സാധനം. എന്താണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു എന്താ ഈ സാധനം എന്ന്. പക്ഷേ പേര് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് തോന്നി. അപ്പോൾ ഇതാ ഫലാഫൽ കേട്ടോ. ഫലാഫൽ അങ്ങനെ മജസ്റ്റിക് ഫലാഫൽ അല്ല, നോർമൽ ഫലാഫലാണ് നമ്മൾ ഓർഡർ ചെയ്തത്. അപ്പോൾ ഫലാഫൽ ഓർഡർ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് കാണാം കേട്ടോ. എന്താ സാധനം എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പം തന്നെ കാണാം. ഫസ്റ്റ് നമുക്ക് ഷവർമ്മ കേട്ടോ എത്തിയത്. ഷവർമ്മയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഇതുവരെ കഴിച്ചതിൽ നിന്നും ഭയങ്കര ടേസ്റ്റി ഷവർമ്മയായിരുന്നു. അത് നമ്മുടെ ഷവർമ്മ എത്തിയിട്ടുണ്ട് ഗൈസ്, കണ്ടോ. കാണാനൊക്കെ പിന്നെ എല്ലാ ഷവർമ്മയും ഒരുപോലെ ആയിരിക്കുമല്ലോ. അപ്പോൾ ഈ ഷവർമ്മയും അതുപോലെ തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ ആ ഒരു ടേസ്റ്റി, അതിനുള്ളിലുള്ള ആ ക്രീമി കൺസിസ്റ്റൻസി ഉണ്ടല്ലോ, അത് ഭയങ്കര ഒരു ഡിഫറെൻ്റ് ആയിട്ട് തോന്നിയിട്ടോ. നല്ല രസമുണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഷവർമ്മ കഴിക്കാനുള്ള മോഹം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പോകും മജസ്റ്റിക്കിലേക്കാട്ടോ. അത്രയും നല്ല ഷവർമ്മയായിരുന്നു. പിന്നെ കുറേ പട്ടി ഷോ ആണ് കാണുന്നത്. നമ്മൾ ഷവർമ്മേൻ്റെ ആ ലുക്ക് വൈസൊക്കെ ഒന്ന് കാണിച്ചു തരികയാണ് നിങ്ങൾക്കും കൂടെ. അതിൻ്റെ കൂടെ നമുക്ക് സാലഡ്സും കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അതിൻ്റെ കൂടെ ഡ്രിങ്ക് ഡ്യൂ ആണ് കേട്ടോ എടുത്തത്. അപ്പം അതിനുശേഷം നമ്മുടെ സാധനം വന്നു, ഫലാഫൽ വന്നു. ഇതാണ് നമ്മുടെ ഫലാഫൽ. ഫലാഫലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ബർഗറൊക്കെ പോലെ അതേ ഒരു ടേസ്റ്റായിട്ടാണ് എനിക്ക് തോന്നിയത്. ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടൊന്നും തോന്നിയില്ല. ഭയങ്കര സൂപ്പർ എന്നൊന്നും പറയാനില്ല കേട്ടോ, കുഴപ്പമില്ല, അത്രയേ പറയാനുള്ളൂ. അപ്പം നമ്മുടെ പുറത്തുള്ള സ്പേസ് ഇത്രയും ഉണ്ട് കേട്ടോ. നല്ല ഒരുപാട് സ്പേസ് ഉണ്ടായിരുന്നു. അപ്പം നമ്മുടെ മജസ്റ്റിക്കിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് റോഡിൻ്റെ അടുത്ത സൈഡായിട്ട് തന്നെ നമ്മുടെ ഈ ഒരു പാർക്ക് ഇട്ടുണ്ട്. പാർക്ക് എന്ന് പറയുമ്പോൾ ഒരുപാട് ഇതൊന്നുമില്ല, കുറച്ച് ഊഞ്ഞാലുകളും അങ്ങനെ കുട്ടികൾക്ക് കളിക്കാനുള്ള ചെറിയ ചെറിയ സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ. സ്ലൈഡ്സ് ഒന്നും ഇല്ലായിരുന്നു. സ്ലൈഡ്സ് ഇല്ലാത്തതുകൊണ്ടാണ് അവൾ അതിൽ സ്ലൈഡ് ചെയ്ത് വന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു, കുറച്ച് ടൈം മാത്രം. പക്ഷേ നമ്മൾ ഒരു 11:30-12 മണി ആയതുകൊണ്ട് തന്നെ അവിടെ ലൈറ്റൊക്കെ അണച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ മജസ്റ്റിക്കിൽ നിന്ന് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് എവിടേക്കാണെന്നറിയോ? നമ്മൾ കുറച്ച് കാശ്മീരി ടീ കുടിക്കാൻ വേണ്ടി പോവുകയാണ് ഗൈസ്. ടീ ടൈമിലേക്ക് വന്നതാണ്. അപ്പോൾ ഇവർക്കൊക്കെ കാശ്മീരി ടീ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ടീ ടൈമിൽ വന്നിട്ട് നല്ല കാശ്മീരി ടീ കഴിക്കുകയാണ്. കാശ്മീരി ടീൻ്റെ ഒരു പ്രത്യേകത എന്താ അറിയോ? ഇതിൽ നമ്മുടെ പിസ്ത അങ്ങനെ കുറേ സം നട്ട്സ് അടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റി എമ്മാണ് നമ്മുടെ കാശ്മീരി ടീ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പേഴ്സണലി പറയുകയാണെങ്കിൽ എനിക്ക് കാശ്മീരി ടീ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും കാശ്മീരി ടീ ഒക്കെ വാങ്ങി നേരെ നമ്മുടെ ഫ്ലാറ്റിൻ്റെ അടുത്ത് വന്ന് ഇറങ്ങി അവിടെ നിന്നാണ് കുടിച്ചത്. അല്ലാതെ വണ്ടിയിലിരുന്ന് കുടിക്കാൻ അത്ര സുഖമില്ലായിരുന്നു. നമ്മൾ നേരെ ഇവിടെ വന്ന് ഇറങ്ങി കുറച്ച് കാശ്മീർ ടീ ഒക്കെ കുടിച്ചതിന് ശേഷം ഞങ്ങൾ പിന്നെയും നടക്കാൻ പോയി ഗൈസ്. ഞങ്ങളെ സമ്മതിക്കണ്ടേ, ഞങ്ങൾ ആരാ മക്കൾ. ഞങ്ങളിവിടെ ഇറങ്ങി നേരെ കുറച്ചുകൂടെ നടന്നിട്ട് വരാമെന്ന് വിചാരിച്ച് പോയി. മെയിനായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കൂടെ ഒരു വ്യക്തി ഉണ്ടല്ലോ, ഇങ്ങേര് അമ്മുവിനെ നമ്മൾ പറഞ്ഞു വിടേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അവൾക്ക് നാളെ സ്കൂളുള്ളത് കൊണ്ട് തന്നെ അവളെ അവളുടെ വീട്ടിലെത്തിക്കണം. അപ്പോൾ നമ്മൾ അതിനു വേണ്ടി പോവുകയാണ്. അതിന് വേണ്ടി പോകുന്ന വഴിക്ക് ഞങ്ങൾ ചെറിയൊരു കുഞ്ഞി, നമ്മൾ സാധാ കാണുന്ന ആ ഒരു കുഞ്ഞി പാർക്ക് ഉണ്ടല്ലോ, അവിടെ നിന്ന് കുറച്ച് നേരം കളിയൊക്കെ ആയിരുന്നു. ഇവർ ഓട്ട മത്സരമോ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നുണ്ടായിരുന്നു. കുറേ ഡാൻസ് കളിക്കുന്നു, പാട്ട് പാടുന്നു, ഓട്ട മത്സരം വെക്കുന്നു, വലുതും ചെറുതുമായ എല്ലാവരും ഓടുന്നു. ഫുൾ കളിയായിരുന്നു ഗൈസ്. അവിടെ പോകാൻ അവൾക്ക് ഒട്ടും ഉള്ളത് കൊണ്ട് തന്നെ അവളെ പറഞ്ഞു വിടണം. അപ്പം നമ്മൾ കുറേ അപ്പം കുറേ നേരം കളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ തിരിച്ചു അമ്മയുടെ വീട്ടിൽ. ഗായ്സ്, അപ്പം നമ്മൾ ഇവളെ കൊണ്ട് വിട്ടിട്ട് നമ്മൾ നേരെ റൂമിലോട്ട് പോകുന്നതാണ്. നമ്മൾ ഇവളെ കൊണ്ടുവിടാൻ വേണ്ടി പോവാണ് ഗായ്സ്. ഇവിടെ പുറകിലത്തെ ഒരു വ്യൂ ആണ് കാണുന്നത്, ഫ്രണ്ടത്തെ വ്യൂ. ഈ സാധനം നമ്മളെ കൂടെ
ഇവരും കൂടി ഉണ്ട് നമ്മുടെ കൂടെ. ഓക്കെ ബൈ ബൈ. ഓക്കെ ബൈ. ഫുൾ ഈന്തപ്പനകളാണ്. പുല്ലുപാമ്പയുടെ മണക്കുന്നു മോനെ, കടിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ. ആ ഗായ്സ്, നമ്മുടെ കൂടെ തന്നെ 3 വരുന്നുണ്ടോ. നമ്മുടെ പുറകെ തന്നെ നടന്നിങ്ങനെ വരികയാണ്. നമ്മൾ ഈ കൺട്രീനെ കൊണ്ടുവിടാൻ പോകുമ്പോൾ നമ്മുടെ വാവ് നല്ല രസം. വാവ് രണ്ട് ക്ലാസ്സിൽ മുട്ട കൊടുക്കാൻ വേണ്ടിയിട്ടില്ല. അന്നൊക്കെ ഇവിടെ ലീവാ, അവിടെ പ്രോഗ്രാമാണ്. ജൂൺ 21 പ്രോഗ്രാമായി. അതാണ് സ്കൂളിൽ LKG കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മോന് ഞാൻ വന്നു.